കാരണം രാവിലെ നമ്മൾ 11 മണിക്ക് മുഖ്യമന്ത്രി സമയം തന്നായിരുന്നു മീറ്റ് ചെയ്യാനായിട്ട്. കൂടിക്കാഴ്ച നമ്മൾ കണ്ടു. എൻ്റെ അപേക്ഷ കൊടുത്തു CBIക്ക് അന്വേഷിക്കണമെന്നുള്ളത്. എന്താ അതിന് കാര്യകാരണങ്ങളും ഞാൻ ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിശദീകരിച്ച് കൊടുത്തു. ഇത് മരണമല്ല, കൊലപാതകമാണ് സാറേ, ഇത് അന്വേഷിക്കണം. അല്ല, കുറച്ച് കിട്ടിയ സമയത്ത് ഞാൻ വിശദീകരിച്ച് കൊടുത്തു. അദ്ദേഹം അത് നോക്കി, പേപ്പർ നോക്കിയിട്ട് ഈ 5-10 മിനിറ്റിനകത്ത് പുള്ളി എന്നെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് CBI അന്വേഷണം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ അത് വേണം, അത് ഒരു അന്വേഷിക്കട്ടെ, നല്ലൊരു ടീം അന്വേഷിക്കട്ടെ. ഇപ്പോഴുള്ള ടീമിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, ഇത് കുറച്ച് ദിവസം പോകുമ്പോൾ അത് ഏത് രീതിയിൽ പോകുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്, ഞാൻ ഭയപ്പെടുന്നു. ഇത് തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു. ശരി, CBI അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കാം എന്നാൽ അപ്പോഴേ തന്നെ പുള്ളി എന്നെ ഉറപ്പ് തന്നു, CM ഉറപ്പ് തന്നു, CBI അന്വേഷിക്കാം, അല്ല നോക്കട്ടെ ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ടില്ല, അന്വേഷിക്കാമെന്ന് ഉറപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനകം തന്നെ അതിൻ്റെ ഓർഡറും വന്നു അന്വേഷിക്കാമെന്ന്. അതിൽ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ചിലപ്പം മുഖ്യമന്ത്രി വിചാരിച്ച് കാണണം, ഇത് കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. അദ്ദേഹം ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ആര് കുറ്റക്കാരനാണെങ്കിലും ശിക്ഷിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും എനിക്കതിൽ അദ്ദേഹത്തോട് വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ എന്നെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഈ ഒരു CBI അന്വേഷണം എൻ്റെ ആവശ്യം അദ്ദേഹം അംഗീകരിച്ചതിന്. ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് ഇന്ന് അതിന്റെ ഒരു ഹാർഡ് കോപ്പി പുറത്തു വന്നിട്ടുണ്ട്. എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ അത് വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. അങ്ങ് ആ റിപ്പോർട്ട് ഇതിനു മുൻപ് വായിച്ചിട്ടുണ്ടോ അതോ ഇന്നാണോ വായിക്കുന്നത്? അതിലെ പരാമർശങ്ങൾ അങ്ങയുടെ സംശയങ്ങളെ സാധൂകരിക്കുന്നതാണോ? അതെ, ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ റിപ്പോർട്ട് ഇന്ന് വന്നു. പക്ഷേ ഈ സെല്ലിൻ്റെ അതേ കാര്യങ്ങളാണ് ഞാനും എൻ്റെ കുടുംബവും ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു റിപ്പോർട്ടും എനിക്ക് ഒരു ആൻറ്റി റാഗിങ്ങോ പോലീസോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വേണ്ടപ്പെട്ടവരോ തന്ന റിപ്പോർട്ടല്ല. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ദിവസങ്ങളോളം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള ക്രൂര മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, ഈ അന്വേഷണം ശരിയാവില്ല. ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് മാഡത്തിന് ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ അത് അന്വേഷിക്കാം, നോക്കാം എൻ്റെ മുമ്പുള്ള ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. അത് സാധൂകരിക്കുന്ന കറക്റ്റായിട്ടുള്ള കോളേജിന്റെ അധികൃതർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട്. ഡീനടക്കം എതിരെ അങ്ങ് വലിയ തോതിൽ പരാമർശം നടത്തുന്നുമുണ്ട്. ഇന്ന് റിപ്പോർട്ട് വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അധികൃതർക്ക് മുൻപാകെ ഉന്നയിക്കുന്ന പരാതികളിൽ പലതും ഞെട്ടിക്കുന്നതാണ്. ഒന്ന്, ഇത് മൂടിവെക്കാനും അതിൻ്റെ ഒരു വ്യാപ്തി കുറച്ചു കാണിക്കാനുമുള്ള ശ്രമം ഡീനിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. പോലീസുകാർ മൊഴിയെടുക്കുമ്പോൾ അടക്കം അധികൃതർ കാവൽ നിന്നു, വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ അടക്കം അധികൃതർ കാവൽ നിന്നു, അത് വിദ്യാർത്ഥികളിൽ ഭയപ്പാടുണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിനാകെ കുടപിടിക്കേണ്ട എന്തു ബാധ്യതയാണ് അവിടെ ഉള്ളത് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ വരുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതെ, ആദ്യമേ ഞാൻ പറയാം, അത് എനിക്ക് 90% ഉറപ്പുണ്ട് അവരാരെ ഭയപ്പെടുന്നു. ചിലപ്പം ആരുടെയെന്നറിയില്ല, ഭരണകൂടത്തിനെയാണോ അല്ലെങ്കിൽ ഇതിൽ ചെയ്തവരെയാണോ, അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂടുതൽ അത് ഭയപ്പെട്ടത്. പിന്നെ ഡീന് ഇതെല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലേ പറയുന്നത് ഡീനാണ് ഇതിൽ കൊലപാതകത്തിൽ കൂട്ടുനിന്നത്.